ഇത് എക്സിറ്റ് പോൾ സർവേ അല്ല. ഇത് നരേന്ദ്രമോദിയുടെ അനുകൂലികൾ നരേന്ദ്രമോദിക്ക് വേണ്ടി നടത്തിയ കുഴലൂത്താണ്. നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ ഏകിക്കൊണ്ടുള്ള സർവേ ഫലമാണ്. ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അന്ന് തന്നെ കൃത്യമായി പറഞ്ഞതാണല്ലോ, ഈ എക്സിറ്റ് പോൾ സർവേയുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ചർച്ചയിൽ ഞങ്ങൾ AICCയിൽ നിന്നും ആളെ വിടുന്നതല്ല. ഒരു കോൺഗ്രസ്സുകാരനും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പങ്കെടുക്കില്ല, ചർച്ചയിൽ വന്നിരിക്കില്ല. ഒരു മാധ്യമത്തിനും ഇത്തരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് 250-നും 300-നും ഇടയിലുള്ള സീറ്റാണ്. 295 എന്ന് ഞങ്ങൾ പറഞ്ഞത് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ്. വെറുതെ ഊഹാപോഹം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടും ഒരു അവസ്ഥയുമില്ല. ഒറ്റയ്ക്ക് കോൺഗ്രസിന് 130ഓളം സീറ്റുകൾ ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പൊതുവായ വിലയിരുത്തൽ. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് ഇതരമായ ഘടകകക്ഷികൾക്ക് എല്ലാം കൂടിയായി 150-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് കൃത്യമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. ഞങ്ങൾ മുന്നണി യോഗം കൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ട്. BJP മൂന്നാമതും അധികാരത്തിലേക്ക് വരില്ല എന്നുള്ളതിൽ. അതുമാത്രമല്ല, നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം കിട്ടില്ല. നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല, കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്തിയാലും വിധ്വംസകമായിട്ടുള്ള പ്രചരണത്തിന് ജനങ്ങൾ മറുപടി കൊടുക്കും. ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം 4-3 സീറ്റ് വേണം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3-2 ഭൂരിപക്ഷമെങ്കിലും വേണം എന്ന രീതിയിലേക്കൊക്കെ തർക്കിക്കുന്നതും വാദിക്കുന്നതും. പക്ഷെ അതൊന്നും ജനങ്ങൾ നൽകുന്നതല്ല. അത്രയും മാത്രം സീറ്റുകൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഭരണ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. ഇതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. ഭരണവിരുദ്ധത എങ്ങും നിഴലിക്കുന്നുണ്ട്. അത് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതി ഒരു നിശബ്ദമായിട്ടുള്ള രാഷ്ട്രീയ തരംഗം തന്നെ ആയിരിക്കും. അത് വോട്ടെണ്ണൽ ദിവസം നിങ്ങൾ കണ്ടോളൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. റായ്ബറേലിയിലും വയനാടിലും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, BJP വൃത്തങ്ങൾ പോലും പറയുന്നുണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത്. അഖിലേഷ് യാദവ് നേരത്തെ തന്നെ കൊടുത്ത ഉറപ്പായിരുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി 5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് വിജയിക്കേണ്ടത് സമാജ്വാദിയുടെ കൂടി ആവശ്യമാണ് എന്നുള്ളത്. നമുക്കറിയാം, UP-യിൽ എല്ലാ രീതിയിലും എക്സിറ്റ് പോളുകളിൽ പരമാവധി ഇന്ത്യ മുന്നണിക്ക് 10 സീറ്റുകൾ മാത്രമാണ് നൽകിയിരുന്നത്. BJPക്ക് ഇക്കുറി സീറ്റുകൾ കൂടും എന്ന രീതിയിലേക്കാണ് പറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019-ൽ 62 സീറ്റുകൾ BJPക്കും 2 സീറ്റുകൾ അപ്നാദളിനും ലഭിച്ചിരുന്നു. അതായത് NDAക്ക് മൊത്തത്തിൽ 64 സീറ്റുകളായിരുന്നു ഇക്കുറി. പക്ഷേ NDAക്ക് 68 മുതൽ 70 സീറ്റ് വരെ ലഭിക്കും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. 10 ലോക്സഭാ സീറ്റുകൾ BSP ആയിരുന്നു കഴിഞ്ഞ തവണ നേടിയതെങ്കിൽ ആ 10-ൽ ഭൂരിഭാഗവും BJPയിലേക്ക് പോകുന്ന രീതിയായിരിക്കും. BJPക്ക് വലിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പക്ഷെ BSP ഇവിടെ സ്പോയിലർ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് കൃത്യമായി അവലോകനം ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും കോൺഗ്രസ് പറയുന്നത് 30 മുതൽ 40 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാവുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും UP രാഷ്ട്രീയത്തിലുണ്ട്.